السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനും സർവ്വലോകരക്ഷിതാവും സർവപരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടൊന്ന് പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഫുർഖാൻ സൂറയിലെ വളരെ ശ്രദ്ധാർഹമായ ഒരായത്താണ് ഇത് കേൾപ്പിച്ചത്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും മരണം വരും വരേക്കും ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട ഖുർആനിലെ വചനമാണ്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ആലോചിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ, ഇഖ്ലാസോടുകൂടി ദീനിയായ നസീഹത്തുകൾ കേൾക്കാൻ, മനസ്സിലാക്കാൻ റഹ്മാനായ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മൾ മരണം വരേക്കും ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. പക്ഷേ പലപ്പോഴും സ്വസ്ഥതയും സമാധാനം ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കാത്തവരാരുമില്ല. ഒരു ദിവസമെങ്കിലും സ്വസ്ഥത കിട്ടൂലേ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നും നീറ്റലുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണീര്, ഒരു സമാധാനം മരിക്കുന്നവരെ കിട്ടൂലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അങ്ങനെയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ, ജുമഅക്ക് വരുമ്പോഴായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ. വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടാവാം, അസുഖമാവാം, മക്കളുടെ കാര്യമാവാം. ഇപ്പം ഞാൻ മാത്രം എൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി എന്താ ചെയ്യുക, ഒക്കെപ്പാട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. 4-5 മക്കൾ പഠിക്കാനുണ്ട്, കെട്ടിച്ചയക്കാൻ മക്കളായിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ ദുനിയാവ് അങ്ങനെ തന്നെയാണ്. എന്നാൽ വിശ്വാസികളിൽ മുഅ്മിനായ മനുഷ്യൻ വല്ലാതെ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഒരു വിശ്വാസി ടെൻഷൻ അടിക്കാൻ പാടില്ല. അസുഖങ്ങൾ പലതും വരുന്ന ടെൻഷൻ കൊണ്ടാണ്. ഡോക്ടർമാരോട് പോയി ചോദിച്ചാൽ പറയും, 100,000 ടെൻഷനുകളാണ് പലപ്പോഴും രോഗങ്ങൾ വരാൻ കാരണം. വ്യത്യസ്ത എതിർ അവസ്ഥയിൽ ഹോർമോണുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും വരും. ഈമാനിന്റെ കഠിന മനസ്സിലുള്ള വിശ്വാസത്തിന്റെ കൃത്യതയിലേക്ക് എത്തിയൊരു വിശ്വാസി ഒന്നും തലയിൽ കയറ്റേണ്ട ആവശ്യമൊക്കെ അള്ളാനെ ഏൽപ്പിച്ചത്. ഞാൻ ഓതി കേൾപ്പിച്ചായതാണ്. ഇതിലുപരി പ്രതിസന്ധിയിൽ കടന്നുപോയ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40-ാം വയസ്സ് വരേക്കും റസൂലുള്ളാഹിക്ക് എല്ലാം പ്രിയങ്കരനാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ ആരാണ് പരിഹാരത്തിന് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പേര് മാത്രമായിരുന്നു എന്ന് കിട്ടുന്നത്. നബിയാണ് അവർക്കും എല്ലാം. വഹയി കിട്ടി പ്രവാചകൻ തിരുമേനി പ്രബോധന വഴിയിലേക്ക് ഇറങ്ങിയതോടുകൂടി പ്രതിസന്ധികളുടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് റസൂലുള്ളാഹി വഴി മാറുകയാണ്. എവിടുന്നൊക്കെ പ്രതിസന്ധി? സ്വന്തത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, അയൽപ്പക്കക്കാർ, നാട്ടുകാർ, കുടുംബങ്ങൾ മുഴുവനും ആ മനുഷ്യന് ചുറ്റും നിന്ന് പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടുത്തുകയുടെ വല്ലാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോയിരുന്നു. ആ ചരിത്രം ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ച വല്ലാത്ത പ്രതിസന്ധി. 40 വയസ്സ് വരേക്കും ജീവിതത്തിൽ ഭയങ്കര ആനന്ദത്തിൽ കഴിഞ്ഞു പോയ പ്രവാചകൻ, എല്ലാവർക്കും പ്രിയങ്കരനായ പ്രവാചകൻ, അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് എല്ലാവർക്കും സുസമ്പന്നനാണ്. ഒരു സദസ്സ് തന്ന എല്ലാവരും നബിയോട് ബഹുമാനാണ്, സ്നേഹമാണ്, ബഹുമാനാണ്, അത്രയും സത്യസന്ധനാണ്. പക്ഷേ പ്രവാചകന് പ്രതിസന്ധികളുടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പ്രവാചകൻ വഹയോടുകൂടി മുന്നോട്ട് പോവുകയാണ്.
ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ധൈര്യം നൽകിയ, മുത്തറസൂലിന് സമാധാനം നൽകിയ ഖുർആനിൽ വചനമാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഈ ആയത്ത് റസൂലുള്ളാഹിക്ക് മാത്രമല്ല ബാധകം. ജീവിതത്തിൽ ഏതേത് പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആ വിശ്വാസിക്ക് മനസ്സിന് കരുത്തും ധൈര്യവും ആത്മവിശ്വാസം നൽകുന്ന ഖുർആനിൽ വചനമാണ്. നബിയോട് പറയുന്ന നബിയെ, അയൽപ്പക്കക്കാർ നിന്നെ വിഷമിപ്പിക്കും, സ്വന്തങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങ് അനുഭവിക്കേണ്ടി വരും. വിഷമിക്കേണ്ട നബിയെ, പതറണ്ട നബിയെ, വിഷമിക്കേണ്ട പ്രവാചകരെ, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടോ. റസൂലുള്ളാഹി പറയാ, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. മരണം സംഭവിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിപ്പുള്ള റബ്ബിന്റെ മേൽ നബിയെ താങ്കൾ ഏൽപ്പിച്ചോ. ഏൽപ്പിക്കാൻ പറ്റുന്ന വലിയൊരു അത്താണിയാണത്. ഒന്നും വിഷമിക്കണ്ട, ഒക്കെ നിന്നെ കൊണ്ടാണ് നടക്കുന്നത് നബിയെ താങ്കൾ വിചാരിക്കണ്ട. ഞാൻ എന്തൊക്കെ കാണിക്കുമെന്ന ആലോചന താങ്കൾക്ക് വേണ്ട. വിശ്വാസികളെ, നമുക്കുമുള്ളതാണ്. ഞാനായിട്ട് ഇപ്പൊ എങ്ങനെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും? 4-5 മക്കളുണ്ടോ? റിസ്കിന്റെ കാര്യം പ്രശ്നമാണല്ലോ. വല്യമ്മയാ രോഗമായി കിടക്കുന്നു, ഉമ്മയതാ രോഗിയാണ്, വാപ്പാക്കാണെങ്കിൽ വലിയ ചികിത്സാ ചെലവ്. ഞാൻ എന്ത് ചെയ്യും? ആലോചിച്ചുകൊണ്ട് നീറിപ്പോകേണ്ട, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. റബ്ബിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടുകയാണ്. നമ്മളാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നു എന്ന ധാരണ വിശ്വാസികളെ നമുക്ക് വേണ്ട. റസൂലുള്ളാഹി പറയാ, തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. നബിയേ, അങ്ങ് ഭരമേൽപ്പിക്കണം, അങ്ങ് ഭരമേൽപ്പിക്കണം. ആരുടെ മേൽ? അൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. മരണം സംഭവിക്കാത്ത ഹയ്യായ ഖയ്യൂമായ ലാ തഖുദു സിനത്തും വലാ നൗം. അല്ലാഹു എങ്ങനെയല്ലേ ഖുർആൻ പരിചയപ്പെടുത്തിയത്? അവൻ ഹയ്യാണ്. മരണം സംഭവിക്കുന്ന ആൾ ഒരിക്കലും അള്ളയാകാൻ പറ്റൂല, ആരാധനാകാൻ പറ്റൂല. ഹയ്യായ റബ്ബിനെ നീ ഭരമേൽപ്പിക്കണം. ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എന്നിട്ട് നബിയോട് പറയുന്ന നബിയേ, വസബ്ബിഹ് ബിഹംദിഹി. ആലോചിച്ച് ഇങ്ങനെ താടിമക്കൈ കൊടുത്ത് വിഷമിച്ച് ഉറക്കം കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് കഴിച്ചു കൂട്ടുകയല്ല. തസ്ബീഹ് ചൊല്ലിക്കോ, തഹ്മീദ് ചൊല്ലിക്കോ. ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളുമാകുന്ന അല്ലാഹ് കൽപ്പിച്ച കൽപ്പനകൾ അങ്ങ് ശിരസാവഹിച്ച് മുന്നോട്ട് പോയിക്കോ. ചില ആളുകൾ പറയും, നിസ്കരിച്ചിട്ടൊന്നും ഉഷാറ് കിട്ടുന്നില്ല, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ 100,000 ചിന്തകളാണ്, ദീനിന്റെ മജ്‌ലിസിലേക്ക് വരാൻ പറ്റുന്നില്ല, ഖുർആൻ എടുത്തോകാൻ പറ്റുന്നില്ല. അല്ലാഹ് പറയണെന്താ? ഇതൊന്നും ആലോചിച്ച് നീ ഇബാദത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കണ്ട. അല്ലാഹ് നിന്നെ ഏൽപ്പിച്ച ദൗത്യം ഇബാദത്ത് ചെയ്യുക, സൃഷ്ടിച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ മാനിച്ചു മുന്നോട്ട് പോവുക എന്ന ദൗത്യമാണ് റബ്ബ് നിന്നെ ഏൽപ്പിച്ചത്. അത് താങ്കൾ കൃത്യമായി നിർവഹിച്ചോ. അതൊക്കെ റഹ്മാനായ റബ്ബിന്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ അറിയാതെ വന്നുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വസബ്ബിഹ് ബിഹംദിഹി. അല്ലാഹു തസ്ബീഹ് ചൊല്ലിക്കോ, അവന് തഹ്മീദ് ചൊല്ലിക്കോ. വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി. ആരൊക്കെ നിന്നെ കല്ലെറിയുന്നു, ആരൊക്കെ നിന്നെ കൂക്കി വിളിക്കുന്നു, ആരൊക്കെ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, ആരൊക്കെ നിന്നിൽ വിശ്വസിച്ചവർക്കെതിരെ പല നില നീക്കങ്ങൾ നടത്തുന്നു, ഇതൊക്കെ റഹ്മാനായ റബ്ബ് കൃത്യമായി ഇടപെടും. വിശ്വാസികളെ, വല്ലാത്തൊരു ഹൃദയത്തിന് സമാധാനം നൽകുന്നൊരായത്താണ്. ഒരു വിശ്വാസിക്ക് ജീവിതത്തിന് കരുത്ത് നൽകുന്നൊരു വാക്കാണ് തവക്കുൽ എന്ന വാക്ക്. അള്ളാഹിനെ ഏൽപ്പിച്ച് അവൻ എന്താ പേടിക്കേണ്ടത്? പക്ഷെ നമ്മൾ ഏൽപ്പിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നവരാകണം. നമ്മുടെ ഭാഗം ക്ലിയറാക്കിയതിനു ശേഷം റബ്ബിനെ ഏൽപ്പിക്കണം. വിവാദത്ത് ചെയ്യാൻ ഒരുക്കമല്ല, ഒരു ജോലി ചെയ്യാനും ഒരുക്കമല്ല, ഒക്കെ റബ്ബിനെ ഏൽപ്പിക്കുക എന്ന് തവക്കുലല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭാഗം ക്ലിയറാക്കണം. നമ്മൾ ചെയ്യാവുന്നതിന്റെ പരമാവധി വിശ്വാസികളെ ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബിനെ ഏൽപ്പിച്ചാൽ, വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുമെന്ന് കൃത്യമായി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് വിശ്വാസികളെ നമ്മൾ എത്തണം. അമ്പിയാക്കൾ നമുക്ക് ഇതിന് മാതൃകയാണ്. എന്തിനും മുത്തറസൂൽ തന്നെ മാതൃകയല്ലേ? 23 വർഷം എന്തൊക്കെ പ്രതിസന്ധികളുടെ മുന്നോട്ട് പോയി. അത്യത്ഭുതകരമായ ഇടപെടലല്ലേ റഹ്മാനായ റബ്ബ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത്. എത്രമാത്രം പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോയി ഖുർആനാവാദിയായ റബ്ബ് ഇടപെട്ടില്ലേ? സൗറോഹിലിരിക്കുന്നു പ്രവാചകൻ. പ്രതിസന്ധികളിലൂടെയാണ് പ്രവാചകൻ മുന്നോട്ട് പോയത്. കൊല്ലാൻ വേണ്ടി വീട് പറഞ്ഞപ്പോ റഹ്മാനായ റബ്ബിന്റെ ഇടപെടൽ കാരണം വിശ്വാസികളെ പുറത്തിറങ്ങുകയാണ്. സൗറോഹി റസൂലുള്ളാഹി പോയിരിക്കുക. അത് വെറുതെ പോയിരിക്കല്ല, അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. അള്ളാഹു ഇബാദത്ത് ജീവിക്കാൻ സ്വന്തം നാട്ടുകാരെ അനുവദിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാട് വിട്ടോ തീരുമാനിക്കാൻ ആവശ്യപ്പെടുകയാണ്. 1-2 സ്ഥലത്തേക്ക് മുമ്പ് ഹിജറ പോയി.
യാത്ര പോയി അവസാനം മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. വീട് വളഞ്ഞവർ പ്രവാചകൻ തിരുമേനിയെ കൊല്ലാൻ വേണ്ടി ഒന്നിച്ച് റസൂലുള്ളാഹിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചവർ വിശ്വാസികളെ റഹ്മാനായ റബ്ബിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാവുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും വഹും ലാ യുബ്സിറൂൻ. വീട് വളഞ്ഞ നബിയെ കൊല്ലാൻ കാത്തിരുന്നവർക്കിടയിലൂടെ മുത്ത് റസൂൽ ഇറങ്ങിപ്പോകുന്നു. അതാണ് ഇടപെടൽ. പ്രിയപ്പെട്ടവരെ, നബിനെ ഒന്നിച്ചത് വെട്ടി എല്ലാ ഗോത്രത്തിൽ നിന്നും കാര്യപ്പെട്ടവരൊക്കെ ഒന്നിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അവർക്കിടയിലൂടെ റഹ്മാനായ റബ്ബിന്റെ അത്യത്ഭുതകരമായ ഇടപെടലിലൂടെ ഇറങ്ങിപ്പോവുകയാണ്. ഇറാഖുഹയിൽ സൗറബയിൽ റസൂലുള്ളാഹി നബിയെ പ്രാപിക്കുന്നു. നേരം വെളുത്തപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വിരിപ്പിൽ കാണുന്നത് രോഷാകുലരായി മുഹമ്മദിനെ പിടിച്ചേ പറ്റൂ എന്ന തീരുമാനത്തിലേക്ക് എടുത്തുകയും പിടിച്ചുകൊണ്ടുവരുന്നവൻ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുന്നു. വിശ്വാസികളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സൗറിലിരിക്കുമ്പോ ശത്രുക്കൾ അതുവഴി ആ വഴിയിലൂടെ ഓടി പോകുന്നുണ്ട്. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നബിയേ ലൗ നദറൂ തഹത ഖദാമിഹിം, അവർ കാലിനടിയിലേക്ക് നോക്കിയിട്ടാണ് ഓടുന്നതെങ്കിൽ നബിയേ അവർ നമ്മെ കാണില്ലേ, അങ്ങേ പിടിച്ചുകൊണ്ടുപോയി അവർ കൊലപ്പെടുത്തില്ലേ. വിശ്വാസികളെ മുത്ത് റസൂലിനുള്ള മഹബത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നത്. നബിയെ അവർ കാലിനടിയിലൂടെ നോക്കിയിട്ടാ ഓടുന്നതെങ്കിൽ അങ്ങേ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തില്ല നബിയെ. ആ സമയത്ത് മഹാനായ പ്രവാചകൻ തിരുമേനി പറഞ്ഞൊരു വാക്കിന്റെ മുഅ്മിനീങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചോ. റസൂലുള്ളാഹി പറയുന്നു, അബൂബക്കർ നമ്മെ പറ്റി നീ എന്ത് വിചാരിക്കുന്നു? അബൂബക്കർ നമ്മെ പറ്റി എന്ത് വിചാരിക്കുന്നു? എത്ര കാലമായി ഖുത്ബ കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ദീനിയായ നസീഹത്തുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ സിദ്ധാവിനെ പറ്റി ഇത്തരം ഒരു ഹൃദയത്തിന്റെ ആ ഒരു ഉയർച്ചയിലേക്ക് നമ്മുടെ മനസ്സ് ഉയർന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കും. നബി പറയണേ, മാ വന്നുക്കയാ അബൂബക്കർ ബിസ്നി, നമ്മളെ രണ്ടാളെ പറ്റി എന്താ അബൂബക്കറെ നിന്റെ വിചാരം? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതൊരുവനായ റബ്ബുള്ള നമ്മുടെ കാര്യത്തിൽ എന്തിന് നബിയെ താങ്കൾ വിഷമിക്കണം, അബൂബക്കറെ താങ്കൾ വിഷമിക്കണം? അല്ലാഹ് ഇടപെട്ടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് മൂന്നാമതായി നമ്മുടെ കൂടല്ലേ, പിന്നെ എന്തിനാ പേടിക്കേണ്ടത്? ഖുർആൻ ആയത്തിറങ്ങിയില്ലേ, ഇല്ലാൻ തൻസുറൂ, നിങ്ങൾ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ നബിയെ സഹായിക്കും. അല്ലാഹ് പറയാ, ഇദാ ഖറജല്ലദീന കഫറൂ സാനി ഇസ്നൈൻ, സത്യനിഷേധികൾ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഹിറാസ് സൗർ ഗുഹയിലാണ്. ഗാർ എന്ന് പറഞ്ഞ സൗർ ഗുഹയാണ്. ആ സമയത്ത് റസൂൽ ലാ തഹ്സൻ, ദുഃഖിക്കണ്ടോ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാം നമുക്ക് നൽകുന്ന കൃത്യമായ പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, ബുദ്ധിമുട്ടുകളില്ലേ, അല്ലാഹ് ഇടപെടുമെന്ന വിശ്വാസവും ഒരു ശുഭാപ്തി വിശ്വാസവും നമുക്കുണ്ടോ? ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. തവക്കുൽ എന്നതിന്റെ കൃത്യമായ വിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ ഒരു ടെൻഷനും ജീവിതത്തിൽ ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. ഒക്കെ പാടം വന്നാൽ എന്താ പഠിക്കുന്നു? റബ്ബിന്റെ തീരുമാനമാണ്. വല്ലാത്തൊരു വചനമാണ്. പറയൂ പ്രവാചകരെ, എന്ത് തന്നെ വരുന്നുവെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുക. അവനാണ് നമ്മുടെ രക്ഷകൻ. വല്ലാത്തൊരു വാക്കല്ലന്റെ മുഅ്മിനീങ്ങളെ, ഹുവ മൗലാന, അവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ടവൻ, അവനാണ് നമുക്ക് റിസ്ക് നൽകേണ്ടവൻ, അവനാണ് നമുക്ക് ആയുസ് നൽകുന്നവൻ, അവനാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടേണ്ടവൻ. ഓ മൗലാന ഓ അലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ. അടയേൽപ്പിച്ചോളി, അള്ളാഹു ഏറ്റെടുക്കും. ശരിയാവണ്ണം ഏറ്റെടുക്കുന്നവനെ ഏൽപ്പിക്കുന്നവനെ റബ്ബ് ഏറ്റെടുക്കും. ശരിയാവണ്ണം ഏൽപ്പിക്കണം. ഇബ്രാഹിം നബിന്റെ തവക്കുൽ നിങ്ങൾ ആലോചിച്ച് നോക്കാനേ. പ്രതിസന്ധികളുടെ വല്ലാത്തൊരവസ്ഥയിലല്ലേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറാബിയെ കൊണ്ടുപോയിട്ടപ്പോ അള്ളാഹ് കൽപ്പിച്ച ഇറാഖിൽ നിന്ന് വരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയും കുട്ടിനെയും അവിടെ കൊണ്ടുപോയിടാൻ വേണ്ടി അള്ളാന്റെ കൽപ്പനയാണ്. മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹ മഹാനായ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, ഇബ്രാഹിം അയ്ന തദ്ഹബു വതത്റുകുനാ ബിഹാദിഹിൽ വാദി. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, മനുഷ്യ നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞങ്ങൾ ഈ താഴ്വരയിൽ ഇട്ടുകൊണ്ട്. ഇബ്രാഹിം അയ്ന തദ്ഹബു വതത്റുകുനാ ബിഹാദിൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ശൈഉൻ. ആരുമില്ലാത്ത വിജനമായ ഒരു ഭൂമി ഞങ്ങൾക്ക് നിങ്ങൾ എങ്ങോട്ടാ പോണത്? എന്നാലോ ധാരാളം തവണ ഇങ്ങനെ ആവർത്തിച്ചു പറയണ്ടേ, പെണ്ണുങ്ങളോട് ഇഷ്ടമില്ലായിട്ടല്ല,
ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയ കുട്ടിയോട് മഹബത്തില്ലാത്തതുകൊണ്ടല്ല, മേലുള്ളവന്റെ കൽപ്പനയാണ്. ഭാര്യ ഇങ്ങനെ ചോദിച്ചു, എങ്ങിട്ടാണ് പോണത്? ആരുമില്ലാത്ത, വിളിച്ചാൽ കേൾക്കാറുന്നിടത്ത് ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ തേച്ച് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം അങ്ങനെ പോവുകയാണ്. തിരിഞ്ഞു നോക്കുന്നോടില്ല. മുബത്തിയുടെ മനസ്സിൽ, പടച്ചോനെ ഇതെന്താ എന്റെ പ്രിയപ്പെട്ടവൻ എങ്ങനെ ഇട്ടേച്ചു പോണത്. വിശ്വാസികളെ, തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരക്ഷരം മറുപടി പറയുന്നില്ലെന്ന് ഹാജറ ബീവിക്ക് മനസ്സിലായപ്പോ മഹദി ചോദിക്കുന്നു, ഫഖാലത്ത് അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഈ പണി ഞങ്ങൾ ഇട്ടേച്ചു പോകാൻ അള്ളയാണോ നമ്മളോട് കൽപ്പിച്ചത്? ഖാലനാണ്. ഒറ്റ വാക്കാണ് ഇബ്രാഹിം പറഞ്ഞത്. ഖാലത്ത്, ആ സമയത്ത് ആ മഹദി പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി, ഞങ്ങളുള്ള കൈയൊടിയില്ല. വിശ്വാസികളെ, മനസ്സിന്റെ വല്ലാത്തൊരു കരുത്താണ്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പതരേണ്ടി വരും. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. എല്ലാവരും പറഞ്ഞു, നിങ്ങളൊക്കെ പോയി പണി വെക്കുന്നതാണ്, ഞാൻ എന്റെ വിശ്വാസത്തിന്റെ കൃത്യതയിലൂടെ മുന്നോട്ട് പോകും, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കും. അവിടെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാർ അംഗീകരിക്കാൻ ഒരുക്കമല്ല, നിങ്ങളൊക്കെ എന്റെ ശത്രുക്കളാണ്. നിങ്ങളൊക്കെ എന്റെ ശത്രുക്കളാണ്. വാപ്പ ശത്രുവാണ്, നാട്ടുകാർ ശത്രുവാണ്, ഭരണകൂട ശത്രുവാണ്, ആദർശ ശത്രുക്കളാണത്. എനിക്ക് മിത്രമായി, എനിക്ക് തുണയായി, എനിക്ക് തനിയായി രക്ഷയായിട്ടുള്ളത് ആരായില്ല, റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവ് റബ്ബ് മാത്രമാണ്. ആ റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസികളെ നമുക്ക് വല്ലാത്തൊരു കോഴിത്തിരിപ്പാണ്. ഇബ്രാഹിം പറയാണ്, നിങ്ങളൊക്കെ എന്റെ ശത്രുക്കൾ, എന്റെ റബ്ബോട്. എന്നിട്ട് അള്ളാഹ് പരിചയപ്പെടുത്തി നോക്ക്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, അവനാണല്ലോ എന്നെ സൃഷ്ടിച്ചവൻ. നിങ്ങളാരുമല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത്, നിങ്ങളാരുമല്ല എന്നെ സൃഷ്ടിപ്പ് നടത്തിയത്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് ഭക്ഷണം തരുന്നവൻ. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്കീൻ, എനിക്ക് ഫുഡ് നൽകുന്നവൻ എന്റെ റബ്ബാണ്. ലോകരൊക്കെ എന്റെ ഫുഡ് മുടക്കാൻ ശ്രമിച്ചാലും അവൻ നൽകാമെന്ന് വിചാരിച്ചാൽ നൽകാതിരിക്കില്ല. വിശ്വാസികളെ, ആയത്ത് എത്ര കാലമായി ഞാൻ നിങ്ങൾ മോദി കേൾക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് പല വിഷയങ്ങളും ആശങ്കയല്ലേ, നമുക്ക് പല വിഷയങ്ങളും ഭയപ്പാടല്ലേ. ഇബ്രാഹിം പറയുന്നു, അവനാണ് എന്നെ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്കീൻ, എനിക്ക് ഫുഡ് നൽകുന്നവൻ അവനാണ്, എനിക്ക് വെള്ളം നൽകുന്നവനാണ്. വീണ്ടും പറഞ്ഞ് നിർത്തിയില്ല, എനിക്ക് രോഗം തന്നാൽ അത് ശിഫായിനെ പ്രദാനം ചെയ്യുന്ന റബ്ബാണ്. എത്ര രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, എത്ര ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്, രോഗകാരണത്താൽ പള്ളിയിൽ വരാത്ത എത്ര നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ട്. വിശ്വാസികളെ, നമ്മുടെ അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം, നമ്മുടെ ശരീരത്തിൽ പ്രയാസകരമായ രോഗങ്ങൾ വരാം. പക്ഷെ വിശ്വാസിയുടെ മനസ്സിന്റെ വല്ലാത്തൊരു ധൈര്യം എന്താണെന്നോ, അല്ലാഹ്, ഞാൻ രോഗിയായാൽ നീയാണല്ലോ എനിക്ക് ശിഫ നൽകുന്നവൻ. ഇനിയോ വല്ലദീ മനുഷ്യൻ എന്ന നിലക്ക് എന്റെ ജീവിതത്തിൽ തെറ്റുകൾ, കുറ്റങ്ങൾ, പാളിച്ചകൾ, പോരായ്മകൾ വരാം. പാപം പുറത്തു തരുന്ന റബ്ബേ നീയല്ലേ. ഇങ്ങനത്തെ റബ്ബിനെ മനസ്സ് കണ്ടോക്കാണ് എവിടെ പ്രയാസം ഉണ്ടാകും, എവിടെ വിഷമം ഉണ്ടാകും, ആ റബ്ബിനെ കാണാൻ നമുക്ക് സാധിക്കും. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ആരുമില്ല കൂട്ടിന്, ഒരാൾ കൂട്ടിനില്ല. ഞാൻ ഒറ്റക്കുള്ളല്ലോ. വിശ്വാസികളെ, എല്ലാ റഹ്മാനായ റബ്ബിന്റെ കൂടെയുണ്ട്. എല്ലാത്തിനും തിരിച്ചറിവായി. അപ്പോ തവക്കുലിന്റെ ഉയർച്ചയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റിയാൽ ടെൻഷനേ ജീവിതത്തിൽ വേണ്ട. അള്ളാഹിന്റെ ഒരു കാവല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ ഉപജീവനം പ്രിയപ്പെട്ടവരെ തരും. ആകെയുള്ള പ്രശ്നം എന്താണെന്നോ, നമ്മൾ റിസ്ക്കാണ് പ്രശ്നം. റിസ്ക്കിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. മടിയന്മാരായിട്ട് പരികുത്തിരിക്കല്ല, നേരം വെളുത്തിട്ട് ഇറങ്ങണം. പ്രഭാതത്തിൽ റസൂൽ വരെ റിസ്ക് തേടി ഇറങ്ങണമെന്നാണ്. അല്ലാഹു ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രഭാതത്തിലാണ്. റിസ്ക് തേടി ഇറങ്ങണം എന്ന് നേരം വെളുക്കുമ്പോൾ, എന്നിട്ട് അന്വേഷിച്ചിറങ്ങണം, എന്നിട്ട് അള്ളാഹു തവക്കുലേൽപ്പിക്കണം. അപ്പൊ അള്ളാഹ് റിസ്ക് തരും, അള്ളാഹു റിസ്ക് തരും. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹ്, മഹാനായ റസൂലുള്ളാഹി പറയുന്നു, യഥാവിധി റഹ്മാനായ റബ്ബിനെ നിങ്ങൾ ഏൽപ്പിച്ചാൽ, വേണ്ട രൂപത്തിൽ അള്ളാഹിനെ ഏൽപ്പിച്ചാൽ, പക്ഷിപറവകൾക്ക് ഫുഡ് നൽകുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹ് ഫുഡ് നൽകുമെന്നാണ്. വല്ലാത്തൊരു വാക്കല്ലേ പ്രിയപ്പെട്ടവരെ. മക്കൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊന്നിരുന്നു പ്രവാചകന്റെ പ്രബോധിത കാലയളവിൽ.
ജാഹിലിയത്തിൽ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഖുർആൻ പറയണോ, ഒരു 10 മക്കൾ ആൾക്കുണ്ട്, വാപ്പാന്റെ വിചാരം ഞാനാണ് അവർക്കൊക്കെ റിസ്ക് കൊടുക്കണെന്ന. വാപ്പൊരു സബബ് മാത്രം. ഖുർആൻ ആയത്തിറങ്ങി, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുമക്കളെ കൊല്ലല്ല, അവർക്കും ഫുഡ് നൽകണ നാമാണ്, നിങ്ങൾക്കും ഫുഡ് നൽകുന്ന നാമാണ്. കൊലപ്പെടുത്തൽ വലിയ ഗുരുതരമാണ് കൂട്ടരെ, അരുതെന്ന് പറഞ്ഞു ഇസ്ലാം. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ നെടുന്തൂണുകളായ നമ്മളിങ്ങനെ വിചാരിക്കാം നമ്മളെ കൊണ്ടാണ് കുടുംബമൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മളൊരു കാരണമാണ് പ്രിയപ്പെട്ടവര്. അള്ളയാണ് റാസിക്ക്, അവനാണ് റിസ്ക് നൽകുന്നവൻ. അവൻ പറയുന്നു, ഒരു കുട്ടിക്കല്ല റൂഹ് നൽകിയെങ്കിൽ. അതുകൊണ്ടാണല്ലോ ഭ്രൂണഹത്യ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അവർ പ്രയാസപ്പെടും, ഒരു സംശയമല്ല. ആഖിറത്തിൽ അവർ ബുദ്ധിമുട്ടും. ജീവിക്കാൻ അനുവദിക്കാതെ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വാപ്പാന്റെയും ഉമ്മാന്റെയും മുന്നിലേക്ക് ഈ കുഞ്ഞ് ജീവൻ നൽകി കടന്നു വരും. എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹിസാബ് എങ്ങനെയാണോ? സോയിൽ ഹിസാബാണത്. പാരോട് ചോദിക്കും, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ ജീവിക്കാൻ അനുവദിക്കാതിരുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഉപജീവനത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. പ്രിയപ്പെട്ടവരെ, പക്ഷിപ്പറവുകളിലെ എത്ര കോടി പക്ഷിപ്പറവുകൾ ഈ ലോകത്തുണ്ട്. നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് ആരാണുള്ളത്? പക്ഷികൾ, മറ്റുള്ള ഇതര ജീവജാലങ്ങൾ. നമ്മൾ ഫുഡ് കൊടുക്കുന്നത് എന്താ? 1000 വീടുകൾക്കിടയിൽ ഒരു പശു ഉണ്ടാവും, അല്ലെങ്കിൽ 4-5 ആളുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മളായി വളർത്തുന്ന. ബാക്കിയുള്ളതൊക്കെ ഭൂമിയിലൂടെ വളരെയാണ്. ആരാ ഫുഡ് നൽകുന്നവൻ? റസൂലുള്ളാഹി പറയുന്നു, അതിന്റെ റാസിക്കാരാ റഹ്മാനായ റബ്ബാണ്. അതുപോലെ പക്ഷിപ്പറവുകൾക്ക് ഫുഡ് നൽകുന്നത് പോലെ നിങ്ങൾക്കും അള്ള ഫുഡ് നൽകും. വയറൊട്ടിയതിൽ പക്ഷിപ്പറവുകൾ പുറത്തു പോകുന്നു, വയർ നിറച്ചവർ വീട്ടിലേക്ക് തിരികെ വരുന്നു. എവിടെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയല്ല, ധൈര്യമായിട്ട് ഇറങ്ങാൻ. അള്ളയാണ് റാസിക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ, വല്ലാത്തൊരായത്ത്, വിശദമാക്കേണ്ട ആയത്തുകളാണ്. ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. തവക്കുലിന്റെ വല്ലാത്ത വിശാലത നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അവനെ ഏൽപ്പിച്ചു. മരണം സംഭവിക്കാത്ത ആളെ കാര്യം ഏൽപ്പിച്ചു. പിന്നെ എന്റെ കാര്യം ഇബാദത്ത് ചെയ്തതാണ് അല്ലേ? അപാട് ഓടിച്ചാടി വിഷമിച്ച് പ്രയാസപ്പെട്ട് ദിക്റും തൊഴയും പ്രാർത്ഥനയില്ല, നിസ്കാരമില്ല, ജമാഅത്തില്ല, ജുമഴയില്ല, അങ്ങനെ അന്നം തേടി പോകണ്ടാന്നാണ്. ശ്രദ്ധിച്ചോടി, ആയത്തതാണ്. എനിക്ക് അവർക്കൊന്നും വരാൻ സമയമില്ല, എനിക്ക് തിരക്കാണ്, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ നിങ്ങൾ ആലസ്യം കാണിക്കാതെ അത് കൃത്യമായിട്ട് ചെയ്ത് ഒരു വഴിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു നിനക്ക് റിസ്ക് നൽകും. നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടും, എവിടെയും ഇടപെടും. വിശ്വാസികളെ, യഥാവിധി തവക്കുൽ ഏൽപ്പിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസു ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളിൽ മുത്തുകയാണ്. വിശ്വാസികളെ, വളരെ മനസ്സിരുത്തേണ്ട ഒരായത്താണ്. ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും വിശദീകരിച്ചെത്തൂല, എങ്കിലും അല്പം ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ സൂചിപ്പിച്ചു. തവക്കുലിന്റെ കുറവാണ് പലപ്പോഴും ശിർക്ക് വരാൻ കാരണം. ഏറ്റവും വലിയ തെറ്റ് മനുഷ്യൽ വരാൻ കാരണം തവക്കുൽ, അള്ളാഹുവിന് മതിയായവനല്ലേ എന്ന് തോന്നാൻ. അപ്പോഴാണ് ജ്യോത്സ്യന്മാരത്തേക്ക് പോണത്, അപ്പോഴാണ് മറ്റു ദൈവങ്ങളുടെ അരികിലൂടെ ഒക്കെ മനുഷ്യൻ പോകണം. ഇതിനൊന്നും അള്ള പോരല്ലോ. വീട് കുറ്റിയടിക്കാൻ എവിടുന്നെങ്കിലും കൊണ്ടുവരാൻ, പൈസക്ക് കൊടുത്ത് വലിയ സംഖ്യ കൊടുത്തിട്ട് അല്ലേ, പലരും പേര് ഞാൻ പറഞ്ഞില്ല, പലരെയും കൊണ്ടുവരാൻ. എന്താ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എമ്പാട് കുറ്റിയടിക്കാൻ. കിണർ, എല്ലാതും ഓരോരോ കാര്യങ്ങളും ഒക്കെ എന്താ, നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോണ സമയത്ത് അദൃശ്യം അറിയുന്ന ആരെങ്കിലും അരികിൽ പോയിട്ടൊന്ന് തീരുമാനിച്ചാൽ അതവിടെ ഇടപെടൽ വേണ്ട മറ്റു പലവയ്ക്കും ഉണ്ടാകുമെന്നൊരു അവസ്ഥ വരും. റബ്ബിൽ തവക്കുലിന്റെ കുറവാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം. ശ്രദ്ധിച്ചു, അള്ളാഹിനെ ഏൽപ്പിക്കണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു ജ്യോത്സ്യന്റെ അരികിലേക്ക് ഒരാൾ പോകാൻ. കണക്ക് നോട്ടക്കാരൻ, ഭാവി പ്രവചിക്കുന്ന മനുഷ്യൻ. ഈ ഭാവി പ്രവചിക്കുന്ന മനുഷ്യൻ അയാളുടെ ഭാവി പോലും സുരക്ഷിതാക്കാൻ മൂപ്പർക്ക് സാധിച്ചിട്ടില്ല. മൂപ്പര് കൊടന്റെ പിറകിൽ ഇരുന്ന് അവിടെ ഇവിടെ ഇരുന്നിട്ട് ഈ ഭാവി പ്രവചിക്കാൻ വരുന്ന ആളുകളെ കയ്യിൽ നിന്ന് കിട്ടുന്ന മഹീഷത്ത് കൊണ്ട് ആ പാവം ജീവിച്ചു പോണത്. അതുപോലെ അങ്ങനെ പോട്ടെ. പക്ഷെ ഇതിന്റെ മുന്നിലേക്ക് പോകുന്ന നമ്മളെ ബുദ്ധിശൂന്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റഹ്മാനായ റബ്ബ് ആണ് റാസിക്ക്. അവനാണ് ഉപജീവനം നൽകുന്നവൻ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ജ്യോത്സ്യന്റെ അരികിൽ നിങ്ങൾ പോകുന്നു, നമ്മളൊരാളെ മുന്നിൽ പോയി വിഷയം പറഞ്ഞു, മൂപ്പര് പറഞ്ഞു ആ ഡോർ അവിടുന്ന് മാറ്റണം.
അല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. വിശ്വാസികളെ നമ്മളത് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ മുന്നോട്ട് പോയാൽ മഹാനായ റസൂലുള്ള പഠിപ്പിക്കുന്നു ഇസ്ലാം ദീനിന് പുറത്താണ്. ഓന് ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോയി. പിന്നെ ഓന് മുസ്ലിം ആകണമെങ്കിൽ കെലിമ ഷഹാദ ചൊല്ലിയിട്ട് വീണ്ടും ഇസ്ലാമിലേക്ക് വരണം. എത്രമാത്രം ഗൗരവമാണത്! എത്ര ഗൗരവം! തവക്കുലില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവൻ എന്ന നിലക്ക് അവന്റെ മേലെ ഏൽപ്പിച്ചാൽ വിശ്വാസികളെ അവനെ ഏൽപ്പിച്ചാൽ അവൻ തന്നെ മതി. നമുക്കൊരു കാര്യം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. എല്ലാം അല്ലാഹു ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്തിക്കും. ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റൂല. എത്തിക്കാൻ കഴിവുള്ളവൻ അള്ളയാണ്. അതാണ് ബാലിഹും. ഒരാൾ എത്തിക്കും. കദിജാലുള്ളാഹുലി ചെയ്യും കഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്കൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരാൻ, ഇത്തരം കേന്ദ്രങ്ങൾക്ക് ഉഷാറാകാൻ, ഇത്തരം ജാറങ്ങളും ദർഗകളൊക്കെ മനുഷ്യർ തങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുന്നു, ഉള്ള പൈസയും നശിപ്പിച്ച് ആഖിറത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാരണം അള്ളാഹിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തതാണ്. ഈ സംസാരം കേൾക്കുന്നവരൊക്കെ അൽഹംദുലില്ലാഹ് കാര്യങ്ങളുടെ കൃത്യത മനസ്സിലാക്കിയവരും തൗഹീദിന്റെ വെള്ളി വെളിച്ചം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലഭിച്ച മഹനീയ മഹൽഭാഗ്യം വലിയ അവസ്ഥയിലുള്ള ആളുകൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, റബ്ബിനെ ഏൽപ്പിക്കുകയല്ല. പെരീന്നിറങ്ങാൻ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാകും. നമ്മുടെ ഭാഗം ക്ലിയറാക്കി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ ഏറ്റെടുക്കും. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വസ്ലിഹി ലീ ശൈഇ കുല്ലഹ്. ഈ ദിക്ർ ചൊല്ലാത്തൊരു വിശ്വാസിയും ഈ പള്ളിയിൽ വരുന്നവരുണ്ടാകും. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വസ്ലിഹി ലീ ശൈഇ കുല്ലഹ്. ജീവിതത്തിന്റെ കരുത്താണ് പ്രിയപ്പെട്ടവരെ അത്. എന്റെ എല്ലാ കാര്യവും നീ ശരിയാക്കിക്കൊണ്ടേ. അല്ലാത്തൊരു വാക്കല്ലേ അത്. എന്റെ എല്ലാ കാര്യവും നീ ശരിയാക്കിക്കൊണ്ട. കണ്ണിമോട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞു നോക്കാണി, നിങ്ങളെ സകലതും സുന്ദരമായി മുന്നോട്ട് പോകും. അള്ളാഹു ഏറ്റെടുക്കും. അസ്ലിഹില്ല. പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ പഠിച്ചോളുന്നല്ലോ. പിന്നെ ഈ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോയി പരീക്ഷ അള്ളാഹു ഉത്തരം തരും. ഓർമ്മ തരും. മറവി ഉണ്ടാവില്ല. വിശ്വാസികളെ എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യവും നമ്മുടെ ഭാഗം നോക്കുന്നു, ക്ലിയറാക്കി റബ്ബിനെ ഏൽപ്പിച്ചാൽ അവൻ ഏറ്റെടുക്കും. അള്ളാഹുവിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അവന്റെ മേൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസം നിന്നും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളമുണ്ട്. വെള്ളിയാഴ്ചയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. കിഡ്നിയുടെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, സ്ട്രോക്കിന്റെ പ്രയാസങ്ങളുള്ളവരുണ്ട്. ആരൊക്കെ നമ്മോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസവും അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ക്യാൻസർ രോഗത്തിന്റെ വിഷമങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മൾ പ്രിയപ്പെട്ടവർ പലരും അല്ലാഹു ശിഫായ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ദീനിയായ ഇസ്ലാമികമായ ഒരു തോറയുള്ള മനസ്സ് നൽകുമാറാകട്ടെ. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനീതരിൽ അന്യതിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. وآخر دعوانا أن الحمد لله.